അപ്പം നൈറ്റിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട അടുത്ത വീഡിയോസ് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. പലരുടെയും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പുറത്താണ്. അപ്പോൾ സൺഡേ കഴിഞ്ഞാൽ ഫ്രീ ആവും. അപ്പോൾ നിങ്ങൾ കോൾ ചെയ്താൽ എടുക്കാം കേട്ടോ. ജാടയാന്നൊന്നും ആരും വിചാരിക്കല്ല. അപ്പോൾ നൈറ്റി വീഡിയോസ് മാത്രമായിട്ട് എൻ്റെ ബാക്കി സബ്സ്ക്രൈബേഴ്സിൽ പലരും ചിത്തെറി പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ടിപ്സ് വീഡിയോ ആണെന്ന്. ഈ മഴക്കാലം വന്നാലുള്ളൊരു കുഴപ്പമാണ്, നമ്മൾ തോർത്തുന്ന മുണ്ട് അതുപോലെ നനഞ്ഞിട്ട് മക്കളുടെ വെള്ള യൂണിഫോം എല്ലാം നന്നായിട്ട് കരിമ്പനടിക്കും. കരിമ്പൻ എന്ന് പറഞ്ഞാൽ ഈ വെള്ള വസ്ത്രങ്ങളൊക്കെ കാണുന്ന ഈ ഡോട്ട് അറിയാമല്ലോ അല്ലേ, പെട്ടെന്ന് അയക്കാവും. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് മാറ്റാനുള്ള ഒരു കിടിലൻ മാജിക്കായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഒരു 500 സബ്സ്ക്രൈബും കൂടി കിട്ടിയാൽ നമുക്ക് 30K ഫാമിലിയിലാവാട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് വീഡിയോസ് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ. എന്നിട്ട് ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മളെ അറിയിക്കണേ. കൂടെ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് മൈനസ് ആയാലും പ്ലസ് ആയാലും അത് കമൻസ് ആയിട്ട് അറിയിക്കുക. അതിൻ്റെ ഫീഡ്ബാക്കും കൂടെ നമ്മളെ അറിയിക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. നമ്മൾ ചോറൊക്കെ വെച്ചതിന് ബാക്കിയുള്ള കഞ്ഞിവെള്ളമാണ് നമുക്ക് വേണ്ടത്. കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം അറിയാലോ, നമ്മൾ വസ്ത്രങ്ങളുടെയൊക്കെ ഉറപ്പ് കൂട്ടുന്നത്. നമ്മൾ ഗ്ലോറക്സ് അതുപോലെ തിളച്ച വെള്ളത്തിൽ സോപ്പ് പൊടി ഇട്ടിട്ടൊക്കെ തിളപ്പിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ക്ലീൻ ആയിന്ന് വരും, പക്ഷേ നമ്മുടെ ഡ്രസ്സിൻ്റെയൊക്കെ ഉറപ്പ് നഷ്ടപ്പെടും. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലാവുമ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്യുന്നത് കുക്കറിലാണ്. അതുപോലെ ഇത് ഇരുമ്പം പുളിയാണ്, ഓർക്കപ്പുളി എന്ന് പറയും, ഇരുമ്പം പുളി. നല്ല തിളച്ച കഞ്ഞിവെള്ളം, ഇതാ നല്ല ചൂടുണ്ട് കഞ്ഞിവെള്ളം. അതിലേക്ക് ഓർക്കപ്പുളി ഇട്ടതിന് ശേഷമാണ് ഞാൻ വീഡിയോയിൽ അത് ആദ്യം കാണിക്കാൻ മറന്നു. ഇതാ പച്ച കളറിലുള്ള ഓർക്കപ്പുളി. അതിൻ്റെ തണ്ടിൻ്റെ ഭാഗം ഒഴിവാക്കുക, കാരണം അതൊരു നിറമാറ്റം വരും. അപ്പോൾ ആ തണ്ടിൻ്റെ ഭാഗം ഒന്ന് മുറിച്ചിട്ടിട്ട് ഇരുമ്പമ്പുളി ഇടുക. ഇതിൻ്റെ നിറം അറിയാലോ, നല്ല ഗ്രീനാണ്. ആ വെള്ളം അത്രയും തിളച്ചിട്ടുള്ള വെള്ളമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട പോലെ കാണിച്ചത്. അത് ഇട്ടപ്പോഴേക്ക് അതിൻ്റെ നിറം മാറി. ഇനി ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു കൈപ്പിടി കല്ലുപ്പും കൂടെ അതിലേക്ക് ചേർത്തെടുക്കുക. നമ്മൾ അപ്പക്കാരാണ് ഇടുക ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. അത് ഇട്ടാൽ നമ്മുടെ തുണിയുടെ എല്ലാം പെട്ടതാ. നോക്ക്, കരിമ്പൻ അടിച്ചിട്ട് വല്ലാതെ നിറം മാറിയിട്ടുണ്ട്. മക്കളിപ്പോൾ മഴയായപ്പോൾ അവർ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പാടമുണ്ട്, അവിടെ ഒരു കുളമുണ്ട്, വലിയ കുളം എന്ന് പറയും. ഞാൻ മുമ്പ് അതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു. സ്കൂൾ വിട്ട് വന്ന് യൂണിഫോമും വലിച്ചെറിഞ്ഞ് ഒറ്റ ഓട്ടമാണ് പാടത്തേക്ക് ഈ കുളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. വേനൽക്കാലമായാലും പാടത്ത് ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി എല്ലാം ഉണ്ടാവും. പക്ഷേ മഴക്കാലമായാലും ഇവരുടെ പരിപാടി ഈ കുളത്തിൽ ചാടലാണ്. ഈ പ്രദേശത്തുള്ള മുഴുവൻ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ വന്നിട്ട് ഒരു മുണ്ട് ആ വെള്ളത്തിൽ ചാടുമ്പോൾ ഉടുക്കാനും അവിടുന്ന് തോർത്താനുമായിട്ട് കൊണ്ടുപോകും. ഇവിടെ ഞങ്ങൾ തോർത്തുന്നതല്ല, ഞങ്ങൾ മാറ്റി വെക്കാറാണ് പതിവ്. കാരണം ഇല്ലെങ്കിൽ ഇവരിതുപോലെ ആക്കിയിട്ട് ഇവർ പീഞ്ഞൊന്നും ഇടാതെ ഒലുമ്പിയൊന്നും ഇടാതെ അച്ചയിൽക്ക് അവിടെ ഇടും. ചിലപ്പോൾ ഒന്നും മുണ്ട് എവിടെ വെച്ചതെന്ന് കാണൂല. അങ്ങനെയൊക്കെ മക്കളാവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്താൽ നമ്മുടെ വെള്ളമുണ്ട് ഈ പോലെ നമ്മളെ യൂണിഫോം ഇടാം. അതുപോലെ നമ്മൾ വലിയവരുടെ കുറച്ച് പ്രായവരുടെ വെള്ള ഷർട്ട് എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. നമ്മുടെ ഡ്രസ്സിന് കേടൊന്നും വരില്ല. ഒരു 4-5 മിനിറ്റ് ഇതാ ഇങ്ങനെ അടച്ച് വെക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് വിസിലടിക്കുന്നതിന് മുമ്പ്, വിസിൽ വരുന്നത് വരെ ഒന്ന് ഫുൾ ഫ്ലെയിമിലൊന്ന് ഓൺ ചെയ്തിടുക. വിസിൽ വരാനാവുന്ന ടൈം ആകുമ്പോഴേക്കും ഒന്ന് ഓഫ് ചെയ്തിടുക. ഇതാ ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇരുമ്പമ്പുളിയും ആ ഒരു ചെറുനാരങ്ങ ഒന്നും ഞാനിതിലിട്ടിരുന്നു. നമ്മളിതുപോലെ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ആ കുക്കറിൻ്റെ ഉള്ളിൽ അടിയിൽ പിടിച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും കളറിലുള്ള കറികൾ വെച്ചിട്ടൊക്കെ കളർ മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറും ഒന്ന്. ഇനി ഈ ഒരു സൊല്യൂഷൻ നമ്മൾ മുണ്ട് അതിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൊല്യൂഷന് ബാത്റൂമിലോ അതുപോലെ ടൈലിലോ ഒഴിച്ചാൽ അതിൻ്റെ കറ മാറിയിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങനെ ഇടണമെന്ന് മാത്രം. ബാത്റൂമിൻ്റെ അടിയിലുള്ള ടൈല് അതുപോലെ നമ്മുടെ ക്ലോസറ്റിലേക്ക് ഈ ഇരുമ്പമ്പുളി ഒന്നും ഇടാതെ ഈ ഒരു വെള്ളം മാത്രം ഒഴിക്കുക. ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ച് വിനിഗറും കൂടെ ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന മൊഫില്ലേ, അതിലെ ചളിയൊക്കെ പോന്നിട്ട് മൊഫ് പുത്തനായിട്ട് മാറും. നമുക്ക് വാഷ് മെഷീനോ കല്ലോ ഒന്നും വേണം. അതുപോലെ അപ്പക്കാരെ ഇട്ടിട്ട് കുറേ നേരം ഇട്ടിട്ട് തിളപ്പിക്കണം. നമ്മളങ്ങനെ തിളപ്പിക്കുന്ന ടൈമിൽ ഒരുപാട് നേരം തിളപ്പിക്കുകയും വേണം. അപ്പോൾ ഒരുപാട് ഗ്യാസ് അല്ലെങ്കിൽ തീയെല്ലാം കളയണം. തിളപ്പിച്ചെടുക്കുന്നത് സോഡക്കാരത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നത് തിരുമ്പുമ്പോൾ നമ്മളെ കയ്യിനും കേടാണ്. വിള്ളലൊക്കെ വരുന്ന ആളുകളുടെ കൈ പെട്ടെന്ന് അത് പ്രശ്നമാക്കും. ഇതിപ്പോൾ ഇരുമ്പമ്പുളി യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. അതുപോലെ ചെറുനാരങ്ങ നമ്മൾ ലൈമൊക്കെ അടിച്ചതിന് ശേഷമുള്ള ആ ഒരു തോടുഭാഗം ഉണ്ടെങ്കിൽ അത് മതി. ഞാനതിവിടെ ഒഴിവാക്കാറില്ല, എടുത്ത് വെക്കാറാണ്. ഞാനിപ്പോൾ 2-3
ഫ്ലോർ ക്ലീനിങ്ങിനൊക്കെ എടുത്തപ്പോൾ അത് കഴിഞ്ഞു പോയി. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് കുക്കറിൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് പുതിയതായി നമ്മളെ കരിമ്പൻ അടിച്ചിട്ടുള്ള അതുപോലെ കരി പിടിച്ചിട്ടുള്ള അടിയിൽ പിടിച്ച പാത്രങ്ങൾ ഇതാ കുക്കറിൻ്റെ ഉൾഭാഗം നിങ്ങൾ നോക്ക്, നന്നായിട്ട് തിളങ്ങുന്നുണ്ട്, പുതിയതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് കരിയെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ ഇതൊരു ഇങ്ങനെ ഒരു പാത്രത്തിലേക്കാക്കി ഈ പാത്രത്തിൻ്റെ അടിഭാഗവും വൃത്തിയാവും, അതുപോലെ കുക്കറിൻ്റെ അടിഭാഗവും വൃത്തിയാവും, നന്നായിട്ട് വെട്ടിത്തിളങ്ങും. അടിയിൽ പിടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് സൊല്യൂഷൻ ഉണ്ടാക്കിയാൽ മാത്രം മതി. ഇനി നല്ല പച്ചവെള്ളത്തിൽ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട് നല്ല പച്ചവെള്ളത്തിൽ നന്നായിട്ട് നമ്മൾ ഒലുമ്പി പിഴിഞ്ഞെടുത്താൽ മാത്രം മതി. എത്ര പഴകിയ മുണ്ടായാലും യൂണിഫോം ആയാലും അതുപോലെ കോട്ടൻ്റെ നമ്മൾ കോട്ടൻ്റെ തുണിയിൽ എന്തെങ്കിലും കറയായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാം. ഇനി വെള്ളം ഉള്ളതുകൊണ്ട് ഒന്നും കൂടെ ഉറപ്പും മിനുപ്പും ബലം കൂടുന്നല്ലാതെ ഒരു പ്രോബ്ലം വരില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വിനിഗറും കൂടെ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമ്മളെ മഫും ഇതുപോലെ ഒന്ന് ഇട്ട് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും മഫ് ഇട്ട് വെക്കുക. വിനിഗറും ചേർത്ത് തിളപ്പിക്കണം എന്ന് മാത്രം. ഈ സൊല്യൂഷനെ അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം വിനിഗർ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ചായയൊക്കെ വെച്ചിട്ട് ഉൾഭാഗം നിറം മാറിയ പാത്രങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചായ കാച്ചുന്ന പാത്രങ്ങൾ, അതുപോലെ കോപ്പകൾ, ചായ പാർന്ന് വെക്കുന്ന ആറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന പാത്രങ്ങൾ, സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഈ ഒരു സൊല്യൂഷൻ പാർന്ന് വെച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. ഇതാ ഒരു അരമണിക്കൂർ നമ്മളിങ്ങനെ ആ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ കുക്കറിൻ്റെ അടിയുടെ ഭാഗം നോക്ക്. ഞാനിത് അടുപ്പിൽ വെക്കാറുണ്ട്, പുകയില്ലാത്ത അടുപ്പിലാണ് വെക്കാറുള്ളത്. എന്നാലും ഇത് നോക്ക്, ഇതിൻ്റെ അടിയിൽ നല്ല മാറ്റമുണ്ട്. ഇനി ഇതൊരു സ്ക്രബ്ബർ വെച്ചാണ്ട് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുതി കൊടുത്താൽ മതി, എല്ലാം പോയിക്കോളും. അതുപോലെ നമ്മുടെ ഈ ചീനച്ചട്ടിയുടെ ഉൾഭാഗവും നല്ല നിറമാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആവുന്ന ഉറപ്പാണ്, നല്ല റിസൾട്ട് കിട്ടുന്ന 100% ഉറപ്പുണ്ട്. നന്നായിട്ട് ഒലുമ്പി പിഴിഞ്ഞ് നല്ല വെയിലത്ത് തന്നെ ഒന്ന് ചിക്കിയിടുക. ഇതാ കണ്ടോ, നമ്മുടെ തോർത്ത് മുണ്ടിൻ്റെ നിറം പാടെ മാറി പുതുതായിട്ടൊന്ന് വാങ്ങിയതുപോലെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മുടെ മഫും കൂടെ ഒന്ന് നോക്കുക. ഇത് വെള്ള കളറിലുള്ള മഫ് ആവുമ്പം ഒന്നും കൂടെ നിങ്ങൾക്ക് നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും. എല്ലാവരും അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.